മാന്യ പ്രേക്ഷകർക്ക് വാസ്തുവും വിശ്വാസവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ സംസ്കരണ വിഷയം സംബന്ധിച്ച അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ലഭ്യമാക്കുന്നത്. അതിനാൽ നോട്ടുകൾ കുറിച്ച് വയ്ക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നിർമ്മാണ ഭൂമിയിൽ അസ്ഥിയോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ മുഴുവൻ മണ്ണ് നീക്കം ചെയ്ത് പുതിയ മണ്ണ് ഫിൽ ചെയ്യണം. 2. നിർമ്മാണ ഭൂമിയിൽ അശ്വവൃക്ഷങ്ങളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണം. 3. സമചതുരമായോ ദീർഘചതുരമായോ വാസ്തുമണ്ഡലം തിരിച്ച് അതിരോ മതിലോ നിർമ്മിക്കണം. 4. പാൽ, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം എന്നീ 5 വകകൾ ഉൾപ്പെട്ട പഞ്ചഗവ്യം തളിച്ച് ഭൂമിയെ ശുദ്ധി വരുത്തണം. 5. നെല്ല്, ഗോതമ്പ്, കടല, എള്ള്, തുവര, പയർ, ഉഴുന്ന്, മുതിര മുതലായ നവധാന്യങ്ങൾ വിതയ്ക്കുക. അത് മുളച്ച ശേഷം ആ ഭൂമി ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കാം. 6. അശ്വസ്ഥാനത്തെ എന്തെങ്കിലും നിർമ്മിതികൾ നിലവിലുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണം. 7. നിർമ്മാണ ഭൂമിയിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. 8. വാസ്തുശാസ്ത്രവും അനുശാസിക്കുന്ന ഗുണകരമായ ചുറ്റളവിൽ ഗൃഹത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കണം. 9. ദിശയ്ക്കോ റോഡിനോ അഭിമുഖമായി ഗൃഹനിർമ്മാണം നടത്താൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ അതിപ്രധാനമായ 9 കാര്യങ്ങൾ നമ്മളൊരു ഗൃഹം നിർമ്മിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതിരിക്കുക. എന്നാൽ മാത്രമേ പോസിറ്റീവ് എനർജിയുള്ള ഒരു ഗൃഹം നമുക്ക് നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതിനാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഭൂമിയുടെ ഗുണദോഷ നിർണയമാണ് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമോ വന്ദനം.